VP സാനുവാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. സാനു, ഒട്ടും അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു. തീർച്ചയായും ഈ നിലയിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്നുള്ള നിലക്ക് ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളത് പാർട്ടി മുൻകൂട്ടി തന്നെ തീരുമാനിച്ചതാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ഉള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും എന്നുള്ളതാണ് പാർട്ടി ആ നിലയിൽ ആലോചിച്ചത്. അപ്പോൾ ആ നിലയിലുള്ളൊരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതിൽ സന്തോഷവും അത് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്ന ആത്മവിശ്വാസമുണ്ട്. ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മേഖലയിലേക്ക് അല്ലേ, കോളേജ് യൂണിയനും അങ്ങനെ എല്ലാം അപ്പുറത്തേക്ക്? അതെ, തീർച്ചയായിട്ടും പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അത് പുതിയൊരു അനുഭവം കൂടിയാണ്. മലപ്പുറം ലീഗിന്റെ ഒരു പൊന്നാപുരം കോട്ടയായിട്ട് എന്തായാലും വിലയിരുത്തുന്നത്. ഇതുവരെ ആ കോട്ടയ്ക്ക് ഇളക്കം സംഭവിച്ചിട്ടില്ല എന്നാണ് ചരിത്രവും കണക്കുകളൊക്കെ പറയുന്നത്. എന്താണ് ആത്മവിശ്വാസം? ഒന്ന്, ഈ മഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണയും മങ്കടയും ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡല ഭാഗങ്ങളും പഴയ മഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ ജയിച്ചിട്ടുണ്ട്. 2004 ഹംസാക്കയിലൂടെ CPM ആ സീറ്റ് പിടിച്ചിട്ടുണ്ട്. മങ്കടയും പെരിന്തൽമണ്ണയും പല ആവർത്തി ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊന്നാപുരം കോട്ട എന്നൊന്നുമില്ല. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും UDF സ്ഥാനാർത്ഥി എന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് PK കുഞ്ഞാലിക്കുട്ടി? ഇത് വ്യക്തിയല്ല, രാഷ്ട്രീയ പോരാട്ടമാണ്. കൃത്യമായിട്ട് 2 രാഷ്ട്രീയങ്ങളാണ് കൃത്യമായിട്ട് ഇവിടെ സംവദിക്കാൻ വേണ്ടി പോകുന്നത്, പോരടിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും അവിടെ അപ്പുറത്ത് നിൽക്കുന്നത് ആര് എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്ത. അവർ വെക്കുന്ന ആശയം എന്താണ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നതും. അതിനാണ് ജനങ്ങളുടെ ഏത് രാഷ്ട്രീയമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് അംഗീകാരം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ പ്രചരണത്തിന്റെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്ലാനൊക്കെ? കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ട്. ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പഴയകാല പ്രവർത്തകർ, മറ്റ് ഇടതുപക്ഷത്തിന്റെ മറ്റ് പാർട്ടികളുടെ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ, അത്തരം ആളുകളെയൊക്കെ കണ്ട് ആദ്യം അവരുടെ അടുത്തു നിന്ന് തുടങ്ങുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് പര്യടനവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ മണ്ഡലം കൺവെൻഷന് ശേഷം അത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. 2017 എന്തായാലും മെച്ചമുണ്ടായിരിക്കും അല്ലേ? തീർച്ചയായും, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ആത്മവിശ്വാസത്തോടെ VP സാനുവിന്റെ പ്രചാരണ പരിപാടികൾ മലപ്പുറം മണ്ഡലത്തിൽ തുടങ്ങുകയാണ്. ഒരുപാട് ചർച്ചകൾ നടന്നു, കുറെ അനിശ്ചിതത്വങ്ങളുണ്ടായി. അവസാനം താങ്കളുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു അനിശ്ചിതത്വം തോന്നിയിട്ടില്ല? അനിശ്ചിതത്വം ഉണ്ടായതായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ടെലിവിഷനുകളിൽ കണ്ട വാർത്തകളിൽ അത്രത്തോളം അനിശ്ചിതത്വം ആ വിഷയത്തിലുണ്ടായിട്ടില്ല. പാർട്ടിയെ സംബന്ധിച്ച് തുടക്കം മുതലേ പൊന്നാനി പാർലമെന്ററി പാർട്ടിയും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് ഞാൻ മത്സരിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊന്നാനിയിൽ UDF തന്നെ ചില ഭിന്നതയുണ്ട്. ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം തന്നെ നടത്താൻ കമ്മിറ്റിയെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം. അതായത് പൊന്നാനിയിൽ ETയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തരായ ഒരുപാട് കോൺഗ്രസുകാരുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്ന പ്രതീക്ഷിക്കും. ഇല്ല, ETയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് മാത്രമല്ല പ്രശ്നം. അവിടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട മന്ത്രി KT ജലീൽ, V അബ്ദുറഹ്മാൻ MLA ഇവരൊക്കെ വന്നതിന് ശേഷം ആ നാടുകളിലുണ്ടായ മാറ്റം ആളുകൾ വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഇതിനു മുമ്പ് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് ജയിച്ചു പോയ മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഓരോ ജനപ്രതിനിധികൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ജനങ്ങളുണ്ടാക്കിയ ആത്മവിശ്വാസം ആ പാർലമെന്റ് മണ്ഡലത്തിലെ മറ്റു മണ്ഡലത്തിലെ ജനങ്ങളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും 10 വർഷമായി അവിടെ നിലവിലുണ്ടായിരുന്ന ET എന്ന വ്യക്തി ആ 10 വർഷം പൊന്നാനിക്കാർക്ക് എന്ത് കിട്ടി എന്ന് പൊന്നാനിക്കാർക്ക് ആലോചിച്ചാൽ ഒന്നുപോലും ചൂണ്ടിക്കാണിക്കാൻ ആ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരാൾക്കും സാധിക്കില്ല. താങ്കൾക്കെതിരായ ആരോപണങ്ങൾ ഒരുപാട് ഈ സമയത്ത് ഉയർന്നിരുന്നു MLA എന്നുള്ള നിലയിൽ. അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നില്ല? ആരോപണങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ആളാണ്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാകണം. അടിസ്ഥാനരഹിതമായി അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും എൻ്റെ നാട്ടിലെ ജനം തള്ളിക്കളഞ്ഞതാണ്. ഈ ആരോപണങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. UDFന്റെ വാർഡുകളിൽ 400-ൽ പരം വോട്ടിന് ജയിച്ച വാർഡുകളെ പലതും അവിടെയൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. CPM ഇടതുപക്ഷം അത് പിടിച്ചെടുത്തു. ഞാൻ MLA വരുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന 2 UDF പഞ്ചായത്തുകൾ പോലും ഇന്ന് ഈ മണ്ഡലത്തിൽ എൻ്റെ കൂടെയാണ്. ഇടതുപക്ഷത്തിന് പൂർണ്ണ പിന്തുണയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏകപക്ഷീയമായിട്ടാണ് പേര് പോയത്. ആ പേര് വീണ്ടും റീകൺസിഡർ ചെയ്തപ്പോൾ ഏകപക്ഷീയമായിട്ടാണ് പോയത്. അതിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ നമുക്ക് ഉറപ്പിക്കാമല്ലോ. നിലമ്പൂരിലെ അട്ടിമറി പൊന്നാലും പ്രതീക്ഷിക്കാം 100%. അട്ടിമറിച്ചേ പോരൂ, അല്ലാതെ വെറുതെ വിടുന്ന അവിടെ ഒന്നും മെനക്കെട്ടൊരു കാര്യമില്ലല്ലോ. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ആ കാഴ്ചപ്പാടിനൊപ്പം അവരുടെ താല്പര്യത്തിനൊപ്പം നമ്മൾ വിജയമായി തിരിച്ചു വരും. വളരെ നന്ദി ശ്രീ.
നിലമ്പൂരിൽ നേടിയ അട്ടിമറി വിജയം പൊന്നാനിയിലും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീ പി വി അൻവർ ഉള്ളത്. നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.